ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ്റെ ഡിഷാണ് തിരിച്ചും. ഇനി ചിക്കൻ ടിക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്, വലിയ ആഡംബരമൊന്നും ഇല്ലാതെ ഒരു സിമ്പിൾ ചിക്കൻ ടിക്ക എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ചിക്കൻ ടിക്ക മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 150 ഗ്രാം ബോൺലെസ് ചിക്കൻ. ഇങ്ങനെ ചെറുതായിട്ട്, ഒത്തിരി ചെറുതുമല്ല ഒത്തിരി വലുതുമല്ല, ഇങ്ങനെ കട്ട് ചെയ്തത്. ഇതൊരു 10 പീസ് ഉണ്ടാവും. പിന്നെ മസാലാസ്, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1/4 സ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് നമ്മുടെ ചിക്കൻ ടിക്ക മസാല. അതിൻ്റെ കൂടെ തൈര് ആവശ്യത്തിന്, നാരങ്ങ നീര്, ലെമൺ ജ്യൂസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 3 സ്പൂണ്, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മാരിനേഷൻ ചെയ്യാം. ആദ്യം പൊടികളെല്ലാം കൂടെ ചേർത്തൊന്ന് തേച്ച് പിടിപ്പിക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാണ്. ലെമൺ ജ്യൂസ് 1 സ്പൂണ്, ഒരു 3 സ്പൂണ് തൈര്, ഇതെല്ലാം കൂടെ ചേർക്കുക. ഇനി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഫുഡ് കളർ, ഒരു റെഡ് കളറോ ലൈറ്റ് ഓറഞ്ച് കളറോ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിത് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ഫുഡ് കളർ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തു വെച്ച ഓയിൽ, 3 സ്പൂൺ ഓയിൽ, അതും കൂടെ നല്ലോണം ഒന്ന് ബൈൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ മസാല എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതൊരു 30 to 40 മിനിറ്റ്സ് ഇങ്ങനെ തന്നെ മാരിനേഷൻ ചെയ്ത് അടച്ചു വെക്കാം. ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ചെറിയ പീസ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇത് മസാലയൊക്കെ നല്ലോണം ഉള്ളിൽ കയറാനോ, പറ്റുവാണെങ്കിൽ ഒരു ചെറിയൊരു ഫോക്ക് വെച്ചോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചോ ഒന്ന് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പൊ മസാലയൊക്കെ ഒന്ന് ഉള്ളിലോട്ട് കയറും. നമ്മുടെ ചിക്കൻ ഇപ്പൊ മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിതിപ്പോ ഇതുപോലെ സ്ക്യൂവേഴ്സിലോട്ട് മാറ്റാം. ഇപ്പൊ ഞാനിപ്പോ ഇത് ചിക്കൻ പീസ് എല്ലാം സ്ക്യൂവേഴ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോ നമ്മളൊരു തവാല് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ കൂടി മതി. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മളൊരു 5 നിമിഷം തവാല് വെച്ച് നമ്മൾ കുക്ക് ചെയ്ത് ചിക്കന്. ഇപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് ഫ്ലെയിമിൽ ഒരു 3 to 4 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു തണ്ടൂരി ഫ്ലേവർ കിട്ടുക. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ സ്റ്റൗവിന്റെ ആ ഒരു സ്റ്റാൻഡില്ല, ഗ്രില്ല് പോലത്തെ, അത് റിമൂവ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഫോയിൽ പേപ്പർ കട്ട് ചെയ്ത് വെക്കാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസ് ആ മസാല ഒന്നും വീണ് അഴുക്കാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. അതിന്റെ മുകളിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഗ്യാസ് ഓൺ ചെയ്ത് ഇതിലോട്ട് ഇങ്ങനെ വെച്ച് കുക്ക് ചെയ്യാം. ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഒരു ഇങ്ങനത്തെ ഗ്രില്ല് പോലത്തെ സാധനമുണ്ട്, അതിങ്ങനെ മേളിലോട്ട് വെച്ച് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ചിക്കൻ ടിക്ക ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. മണം ഇവിടെ ആണെങ്കിൽ ഈ കിച്ചൺ ഫുള്ളായിട്ട് ഇതിന്റെ മണമാണ്. അപ്പൊ ഞാനതൊന്ന് കാണിക്കാവേ, എടുത്ത് കാണിക്കാം.
ഇതിന് നമുക്ക് ഡിപ്പായിട്ട് പുതിന ചട്നി ആട്ടോ ഏറ്റവും ബെസ്റ്റ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇപ്പോൾ വീട്ടില് നമുക്ക് കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ എന്താ, ഒരു 10 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. വൺസ് മാരിനേഷൻ ആയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിന്റെ ജോലി. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കോ അങ്ങനൊന്നും ആവശ്യമില്ല. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പൊ അതൊരു അടിപൊളി റെസിപ്പി അല്ലായിരുന്നോ? അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഔട്ട്ഡോർ വെച്ച് ചെയ്യാനുള്ള ഗ്രില്ലൊന്നും ഇല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ മൈക്രോ ഓവന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോ ഔട്ട്ഡോറിൽ വെച്ച് ചെയ്യാനുള്ള ഗ്രില്ലൊന്നും ഇല്ലാത്തവർക്കും നമുക്ക് ഇതുപോലെ സ്ക്യൂർ വെച്ചിട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ പപ്പടക്കമ്പി ഇല്ലേ, ആ സാധനത്തിലൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഒരേ മസാല ഡിഫറെന്റ് ടേസ്റ്റ്, നമ്മൾ വേറെ വിധത്തിൽ ചെയ്യുമ്പോഴാണ് അതിന്റെ ടേസ്റ്റിന്റെ ഡിഫറൻസ് ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഫാമിലി കുറച്ചുകൂടെ ഒന്ന് വലുതാവണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിച്ചാലേ അതിന് കഴിയുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിലൂടെ കാണാം.